കാര്യവിചാരം 96. മത്സരം. മത്സരം എന്നാൽ എന്താണ്? ഏതെങ്കിലും ഒരു കാര്യത്തിന് മറ്റൊരാളെ ജയിക്കുന്നതിനുള്ള അധ്വാനമാണ് മത്സരം. മത്സരം സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലുമുണ്ട്. മത്സരിച്ചാണ് ജയിക്കുന്നത്. മത്സരത്തിൽ ജയവും തോൽവിയും ഉണ്ടാകും. അവയെ നേരിടേണ്ടി വരികയും ചെയ്യും. രാഷ്ട്രീയത്തിലുള്ള മത്സരം തന്നെ ആദ്യം നോക്കാം. അധികാരലബ്ധിക്കാണ് രാഷ്ട്രീയത്തിൽ മത്സരം നടക്കുന്നത്. പല പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്നു. പാർലമെൻറ്റിലും നിയോജകമണ്ഡലങ്ങളിലും അംഗങ്ങളാകാൻ സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിക്കുന്നു. വിജയിക്കുന്നവരിൽ ചിലർ മന്ത്രിമാരാകുന്നു. മറ്റൊരു മത്സരം വിദ്യാഭ്യാസ മേഖലയിലാണ്. പരീക്ഷകളിൽ ജയിക്കാനും സ്ഥാനം നേടാനും വിദ്യാർത്ഥികൾ തമ്മിൽ മത്സരം നടക്കുന്നു. റാങ്കും ഗ്രേഡുമൊക്കെ വേണം. ഒന്നാമതെത്തുന്നയാൾക്ക് സമ്മാനം ലഭിക്കും, അംഗീകാരം ലഭിക്കും, അവരുടെ രക്ഷകർത്താക്കൾ സന്തുഷ്ടരാകും. വ്യവസായ മേഖലയിലും ഉണ്ട് മത്സരം. വ്യവസായം എന്നാൽ നിർമ്മാണം, വിൽപ്പന, കയറ്റുമതി തുടങ്ങിയവ. ഓരോ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന പല കമ്പനികളുണ്ടാകും. അവർ തമ്മിൽ മത്സരിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയിലും അളവിലുമായിരിക്കും മത്സരം. ഇനി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ തമ്മിൽ മത്സരമുണ്ടാകും. ഒരു മാർക്കറ്റിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ തന്നെ പല ഷോപ്പുകളുണ്ടാകും. ആരാണ് കൂടുതൽ വിൽപ്പന നടത്തി ലാഭമുണ്ടാക്കുന്നത് എന്ന കാര്യത്തിലാണ് മത്സരം. ഉള്ള ഉൽപ്പന്നം വില താഴ്ത്തി വിൽക്കുന്നവർക്കായിരിക്കുമല്ലോ കൂടുതൽ വിൽപ്പന നടക്കുന്നത്, ലാഭം കിട്ടുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചാൽ അവ കയറ്റുമതി ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ എത്തിച്ചാൽ വൻപിച്ച ലാഭം കൊയ്യാം. അതുകൊണ്ട് കയറ്റുമതിയിൽ ആർക്കാണ് കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുക എന്ന കാര്യത്തിൽ വലിയ മത്സരമാണ് നടക്കുന്നത്. ബാങ്കുകൾ പലവിധമുണ്ട്. ദേശസാൽകൃതവും കോർപ്പറേറ്റും പ്രൈവറ്റുമൊക്കെ. വ്യാപകമായ നിരന്തരമായ മത്സരമാണ് ബാങ്കിംഗ് മേഖലയിലുള്ളത്. കൂടുതൽ സേവിങ്സ് ആർജിക്കുക എന്ന കാര്യത്തിലാണ് മത്സരം. നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് പല തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. സ്പോർട്സിലും കളികളിലുമൊക്കെ കാണുന്ന മത്സരം നമ്മെ സന്തോഷിപ്പിക്കുന്നവയാണ്. യുവാക്കളുടെ ഇഷ്ടവിനോദമായ ക്രിക്കറ്റിൽ ഈയിടെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ നടന്ന ലോക T20 കപ്പ് ഇന്ത്യ സ്വന്തമാക്കിയിരുന്നല്ലോ. നമ്മളൊക്കെ ആ കളി കണ്ട് അതിലെ ബാറ്റർമാരുടെയും ബോളർമാരുടെയും ഉഗ്രൻ പ്രകടനങ്ങൾ കണ്ട് സന്തോഷിച്ചു. അതുപോലെ തന്നെ ഫുട്ബോൾ കളിയും. ഫുട്ബോൾ ടൂർണമെൻറ്റിൽ വിജയിയെ നിശ്ചയിക്കുന്ന ഷൂട്ടൗട്ട് എത്ര ആവേശകരമാണ് കാണാൻ. പാരീസ് ഒളിമ്പിക്സ് ഇങ്ങ് അടുത്തു വരികയാണ്. അതിൽ പങ്കെടുക്കാനുള്ള ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഏത് മേഖലകളുമുള്ള മത്സരത്തേക്കാൾ ആവേശകരവും രസകരവുമായത് സ്പോർട്സ് രംഗത്തുള്ളതാണ്. നല്ല ലോകോത്തര സ്പോർട്സ് മത്സരങ്ങൾ കണ്ടാൽ നമ്മുടെ ആയുസ് വർദ്ധിക്കും. അത്രയ്ക്ക് ആർജവമാണ് അവ നൽകുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഏത് മത്സരമായാലും അത് ആരോഗ്യകരമായിരിക്കണം. കളികളിലെ നിയമങ്ങൾ പാലിക്കണം. കാരണം ജീവിതം തന്നെ ഒരു കളിയാണ്. ഫൗൾ കളിക്കുന്ന ഫുട്ബോളറെ ചുവപ്പും മഞ്ഞക്കാർഡും കാണിച്ച് ശിക്ഷിക്കും, പുറത്താക്കും. ഇന്ന് ഒരു നിയമവും പാലിക്കാത്ത കളി രാഷ്ട്രീയത്തിലാണ്. പ്രതിയോഗിയെ എങ്ങനെയും പരാജയപ്പെടുത്തണമെന്ന് മാത്രം ചതിയും കുതികാലുവെട്ടലും മാത്രമാണ് രാഷ്ട്രീയ രംഗം. എടുത്തെറിഞ്ഞാൽ 4 കാലിൽ നിൽക്കണം, വീഴരുത്, അത്രമാത്രം. സ്പോർട്സിലും ഗെയിംസിലും മേൽനോട്ടത്തിനും ഫൗൾ കണ്ടുപിടിക്കുന്നതിനും അമ്പയർമാർ ഉണ്ടാകും. എന്നാൽ യാതൊരു അമ്പയറുമില്ലാത്ത കളി രാഷ്ട്രീയമാണ്. മറിഞ്ഞു വീഴുന്നവൻ്റെ പുറത്ത് എതിരാളി അയാളുടെ കൊടി നാട്ടും. സ്ത്രീ പുരുഷന്മാർ സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. മത്സരത്തിനെത്തുന്നതിന് മുൻപ് അവർ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് കഠിനമായി പരിശ്രമിക്കും.
ഔഷധവും വ്യായാമമുറകളും ഒക്കെ ചെയ്യും. ഇതൊക്കെ പരിശീലനമാണ്. എല്ലാ സ്പോർട്സിനും ഗെയിംസിനും പരിശീലനം ആവശ്യമാണ്. പരിശീലനം ആവശ്യമില്ലാത്തത് രാഷ്ട്രീയം ഒന്ന് മാത്രമാണ്. മനുഷ്യജീവിതത്തിൽ മത്സരം അനിവാര്യമാണ്. അത് ആരോഗ്യകരമാകണമെന്ന് മാത്രം. മത്സരം ഉണ്ടായാലേ നേട്ടമുണ്ടാകൂ, പുരോഗതി ഉണ്ടാകൂ. മത്സരമില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ പുരാതന ശിലായുഗത്തിൽ തന്നെ ഇന്നും ഇരുന്നേനെ.